5 മണിക്ക്. അപ്പോൾ ബായ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ കുടിച്ചാലുള്ള വെള്ളം, പിന്നെ കുട്ടികൾക്ക് പാഴ് സ്നാക്സ്, അത്യാവശ്യം വണ്ടിയിൽ തിന്നുന്ന സാധനങ്ങളൊക്കെ അതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് രാവിലെ ഇറങ്ങണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയി പെട്രോൾ പമ്പിൽ പോയി എണ്ണയൊക്കെ അടിച്ചു. അങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് ഇങ്ങനെ നേരെ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ ഒരു ആനനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് വണ്ടിയിൽ. അപ്പോൾ ആ രസമെല്ലാം കാഴ്ചയും കണ്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അതുപോലെ കുറച്ച് നേരം അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയി അതിനെയും കണ്ടിങ്ങനെ പോകട്ടെ. മൃഗങ്ങളെ കാണുന്നത് എന്ന് വെച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോകുമ്പോഴേ ചോദിക്കുന്നുണ്ട് നമ്മൾ പോണ വഴിക്ക് മൃഗങ്ങളൊക്കെ കാണൂലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഊട്ടിയിലൊക്കെ പോകുന്നത്. ഞാനും വലിയോളൊക്കെ ആദ്യമായിട്ടാണ് പോകണം, മറ്റവരൊക്കെ ഇടയ്ക്കൊക്കെ പോയിക്കണം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അട്ടപ്പാടി വഴി ഊട്ടിയിൽ നിന്ന് കൂടല്ലൂർ വഴി ഗുണ്ടൽപേട്ട് വഴി വയനാട്, അങ്ങനെ വയനാട്ടിൽ നിന്ന് മുക്കത്തേക്ക് വന്ന് ചേരുന്ന വിധത്തിലാണ് പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ തീരുമാനിച്ചതാണ്. അപ്പോൾ അതേപോലെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ ആരൊക്കെയാണ് പോകണതെന്ന് വെച്ചാൽ 3 മക്കളും ഉണ്ട്. 3 മക്കളും 3 പേരക്കുട്ടികളും ഞാനും, ഇങ്ങനെ ഞങ്ങൾ 7 ആളാണ് കേട്ടോ പോണത്. മൂത്തോക്ക് 2 കുട്ടിയുണ്ട്, ചെറിയൊക്കെ 1 കുട്ടിയും സദക്കുട്ടി. അങ്ങനെ ഞങ്ങൾ 7 ആളും കൂടിയാണ് പോണത് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ സുന്ദരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു പോവുകയാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നേക്കായും ഭംഗി നേരിട്ട് കാണാനുണ്ട് കേട്ടോ. ഇവിടെ പോകാത്തവർ ഇപ്പോൾ ആരും ഇല്ല, എന്നാലും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, അതുകൊണ്ട് പറയണേ. അങ്ങനെ കാറിൻ്റെ മുമ്പിൽ ഇരുന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നല്ല വെയിലിൻ്റെ കുത്താണ് കണ്ണിലേക്ക്. വെയിലിങ്ങനെ കണ്ണിക്ക് തന്നെയാണ്. രാവിലെ ആയതുകൊണ്ട് 10:30 ആയപ്പോൾ ഞങ്ങൾ ഊട്ടിയിലെത്തിട്ടോ. പോണ വഴിക്ക് അട്ടപ്പാടിയിൽ നിന്ന് കുറേ കുരങ്ങന്മാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. അത് വീഡിയോയിൽ ഇടക്കൊക്കെ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നിർത്തി വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിച്ചാതെ പോയതല്ലേ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു വൃത്തിയും പൊടിപ്പൊക്കെ ഉള്ളൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ ഫുള്ള് ആൾക്കാരാണ്. അത് ഒജ്ജനീനനുസരിച്ച് അതിലേക്ക് കയറാമെന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പാക്കെൻ്റെ മക്കൾ വൈക്കന്ന് സസക്കുട്ടി ഛർദ്ദിച്ചത് കണ്ടപ്പോൾ റനമോൾ ഛർദ്ദിച്ചു. ഓളൊന്നും ഛർദ്ദിക്കാത്ത ആളാണ്. ഇവള് ഛർദ്ദിക്കണ കണ്ടപ്പോൾ ഓക്കും ഛർദ്ദിയെന്ന്. അങ്ങനെ ഓലൊക്കെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എന്നാൽ ചായയൊക്കെ കൊടുത്ത് ഉച്ചാറാക്കാലോ വെച്ചിട്ട് വേഗം ചായ കുടിച്ചാൻ വേണ്ടി കയറിയതാണ്. റയാൻക്ക് ചായ കുടിച്ചിന് വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. റയാൻക്ക് ഇഡലി വേണമെന്ന് പറഞ്ഞു, ഓനെ തൊട്ട് നോക്കിയില്ല. സസമോൾക്ക് ഞങ്ങളൊക്കെ നെയ് റോസ്റ്റാണ് തിന്നത്. അത് സസമോളിന് 3-4 പീസൊക്കെ തിന്നു. ഓൾക്ക് തിന്നാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഓൾ ഛർദ്ദിച്ചിട്ടാണ് കുടുങ്ങിയത്. ഛർദ്ദിക്കുള്ള ഗുളികയൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ അവിടുന്ന് ചായ കുടി കഴിഞ്ഞ് ഛർദ്ദിക്കുള്ള ഗുളികയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ പോയത്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ക്ഷീണിച്ച് ഭക്ഷണം കിട്ടായിട്ട് ഇങ്ങനെ ചായ കിട്ടായിട്ട് കോട്ടായൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോണ വഴിക്ക് ഇതുമ്പോൾ കൂടെ ഒക്കെ നിറച്ച് കുരങ്ങന്മാരും അതും ഇതൊക്കെ. ഇവിടെ നല്ലൊരു വ്യൂ ഇല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇറങ്ങണമെന്നൊക്കെ കുഞ്ഞൻ ചോദിച്ചു, പക്ഷേ ഞങ്ങൾ ഇറങ്ങിയതൊന്നുമില്ല. കാരണം അപ്പാക്കൻ്റെ കുട്ടി 1-2 വട്ടമൊക്കെ ഛർദ്ദിച്ചു. ഓള് മാത്രമേ ഛർദ്ദിക്കുന്നുള്ളൂ സദ, മറ്റവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓള് 1-2 വട്ടം ഛർദ്ദിച്ചു. അങ്ങനെ അവിടെ വെയിലുമാണ്. അപ്പോൾ ഈ നടക്കേണ്ട പ്രായമല്ല എടുക്കേണ്ട പ്രായമല്ല എന്ന് പറഞ്ഞാൽ 2 കുട്ടികളല്ലേ. ഇറങ്ങിയപ്പോൾ ക്ഷീണിച്ചിട്ട് നടക്കണമില്ല, എടുക്കാനായിട്ട് ഞങ്ങൾക്കോട്ട് വെയ്ക്കണമില്ല. അപ്പോൾ അവിടെ ഇറങ്ങിയതൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ മുമ്പേ തീരുമാനിച്ചതാണ് ഇങ്ങനെ പോകും വൈക്കില്ലൊരു കാഴ്ചകൾ ഇങ്ങനെ എടുക്കുക എന്നല്ലാതെ എവിടെ ഇറങ്ങി അധികം സമയം ചിലവാക്കൂലെന്ന് മുമ്പേ തീരുമാനിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് വലിയ ആഗ്രഹം പാർക്കിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോട് പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പാർക്ക് കണ്ടാൽ അവിടെ ഇറങ്ങുക, അല്ലാതെ അതിനായിട്ട് എവിടെയും തെണ്ടിത്തിരഞ്ഞ് പോകുമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഓല് പാർക്കിൽ ഇറങ്ങിയാൽ പിന്നെ അവിടുന്ന് പോരില്ല. ഓല് പിന്നെ മണിക്കൂർ കണക്കിന് ഞങ്ങൾ പിടിച്ച് വലിച്ച് കൊണ്ടുവരലാണ്. പാർക്കിൽ ഞങ്ങൾ പെരിന്തൽമണ്ണ വിസ്മയ പാർക്കിലൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകലുണ്ട്. അതിന് നമ്മളൊക്കെ അടുത്തുള്ള സ്ഥലത്തൊക്കെ അതിന് പറ്റുള്ളൂ. അല്ലെ ദൂരെ പോയിട്ട് ഇപ്പോൾ ഒരു പാർക്കിൽ കയറി സമയം ചിലവഴിച്ചാനൊന്നും പറ്റില്ല. അപ്പോൾ
ഇപ്പം സ്ഥലം കാണാനില്ല ലക്ഷ്യത്തോടെ. അപ്പോൾ ഓലോട് ഇടക്കിടക്ക് പറയും ഇതാ പാർക്ക് എത്താനായി എന്ന് പറയുമ്പോൾ ഓലോന്നുകൊണ്ട് ഉസാറാവും. അങ്ങനെ ഞങ്ങൾ ഊട്ടിക്ക് എത്താനായി കേട്ടോ. ഊട്ടിയിലെത്തിയപ്പോഴും ഇവലൊക്കെ കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടിക്ക് എത്തിയില്ലേ, ഊട്ടിയിലെന്തോ വലിയ സംഭവം ഉണ്ട് എന്നാണ് ഓരോ വിചാരം. അപ്പോൾ ഇതിങ്ങനെ സ്ഥലം കാണാമെന്നില്ല ഒന്നും പോൽക്ക് അറിയണില്ല, ഊട്ടിയിലെന്താന്നില്ലതാണ് ഓലെ ഒരു മനസ്സിൽ. അപ്പോൾ ഇവിടെ നല്ല രസമല്ല ഇതാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്നതിലേറെ ഭംഗിയിൽ കാണുന്നൊരു രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ബ്ലോക്കിൽ പെട്ടു. കുറച്ചൊന്നും ഇല്ല, ഒരു 5 മിനിറ്റ് സമയം നിന്നിട്ട് കേട്ടോ. അപ്പൊക്കെ വേഗം പോയി. അങ്ങനെ ഞങ്ങൾ ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞാൻ വിചാരിച്ചു ഇവിടുന്നൊക്കെ ചുട്ട് വെന്തിട്ടല്ലേ, നല്ല ചൂടല്ലേ നമ്മുടെ നാട്ടിൽ, ഇവിടുന്നൊക്കെ പോയി അവിടെ എത്തുമ്പോൾ തണുത്ത് വറക്കാലോ എന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇല്ല തണുപ്പൊന്നും. ചെറിയൊരു തണുപ്പ്, ചൂടില്ലാന്ന് മാത്രം, വീസണ്ടാന്ന് മാത്രം, അങ്ങനത്തെ ഒക്കെ ഒരു ഇതുള്ളൂ. ഇപ്പോൾ അവിടെ തണുപ്പൊന്നും അത്രയല്ല. അങ്ങനെ അവിടുന്ന് കുട്ടികളൊക്കെ കുറേ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അങ്ങനെ എല്ലാവരും അവിടെ കുറച്ച് നേരമൊക്കെ ഒന്നും അങ്ങനെ ചൂടാറി കുറച്ച് നേരമൊക്കെ കൂടെ അങ്ങനെയൊക്കെ നടന്നു, കുടുംബ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ചൊക്കെ. അവിടെ പിന്നെ ഈ ട്രെയിനുണ്ട്, എല്ലാവരും ഇങ്ങനെ ആളെ കയറ്റി പോകണ, എല്ലാവർക്കും ഒരു സ്ഥലം കാണിച്ചു തരാൻ പോകുന്ന ട്രെയിനാണ്. അതിൽ കയറണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു ഓൽക്ക് പാർക്കിൽ പോയാൽ മതി. അപ്പം പിന്നെ കുഞ്ഞും പറഞ്ഞു എന്നാൽ നമുക്ക് അതിലൊന്നും കയറണ്ട, നമുക്ക് അതിനൊന്നും സമയം കളയണ്ട, നമുക്ക് പോകാൻ ഇനിയും കുറേ ദൂരം പോകാനുള്ളതാണ്, അപ്പം നമുക്ക് പോകാനിട്ട് അങ്ങനെ പിന്നെയും ഞങ്ങൾ പോരുകയാണ് ചെയ്തത് കേട്ടോ. അതായത് ഡ്രൈവർ പോകാനുള്ളൂ, വേറെ മാറി ഇരിക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് 2-3 മണിയാകുമ്പോഴൊക്കെ പെരയിലെത്തണം എന്നുള്ള വിധത്തിൽ ഞങ്ങളിവിടുന്ന് വേഗം പോകുന്നു. അപ്പോൾ സസക്കുട്ടിയുടെ ഷൂസ് അയച്ചതെന്ന് പറഞ്ഞിട്ട് ഞാനത് അയച്ച് കജ്ജി പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ കയറി വരികയാണ് കേട്ടോ. എല്ലാവർക്കും ഷൂസിൻ്റെ പുറമെ ഷൂസ് ചൂടെടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വേറെ ചെരുപ്പും കജ്ജി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കുതിരകളൊക്കെ കണ്ടു കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇറങ്ങി നിന്നു. അപ്പോൾ അങ്ങനെ ആ കുതിരയുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇവിടെ ഒരിക്കൽ ലേസും കണ്ണിക്കണ്ട സാധനം വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇറങ്ങി നിന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ പൈന്മരക്കാട് ഇവിടെ എല്ലാവരും വന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ ചെറിയ കുരങ്ങൻ കുട്ടികളൊക്കെ അങ്ങനെ നിന്ന് കളിച്ചിട്ടുണ്ടൊക്കെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ കുറച്ച് നേരം ഒന്ന് വണ്ടി ഇങ്ങനെ സ്ലോ ആക്കി പോകുന്നു എന്നല്ലാതെ അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇറങ്ങിയിട്ടില്ല വെച്ചാൽ കുട്ടികൾക്കൊന്നും ഒരു ഉസാറില്ല. പിന്നെ പോലെ ഇങ്ങനെ വലിച്ചും കൊണ്ട് കിടക്കണ്ടേ പാവം കാട്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാതെ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ പോകുന്നു കേട്ടോ. അവിടെ നിറയെ കുരങ്ങന്മാരുണ്ട് അവിടെ. അതിലൊക്കെ ബൈക്കിൻ്റെ മുകളിലും ടെമ്പോൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്. ആ ടെമ്പോൻ്റെ മുകളിലുണ്ടൊക്കെ അവരിങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടിങ്ങനെ പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ബന്ദിപ്പൂരെത്തിട്ടോ. ഇവിടെ കുഞ്ഞൻ പറഞ്ഞു ഓലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ നല്ല പച്ചപ്പും ഈ മരങ്ങളൊക്കെ ഇപ്പൊക്കെ മരങ്ങളൊക്കെ ഇലക്കുടഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ചൂട് കാരണം. ഇവിടുന്ന് കുറേ മാനിനെയും മാൻകുട്ടികളെയും ആന വെള്ളം കുടിച്ചിട്ടൊക്കെ കാണുന്നു. ആന വെള്ളം കുടിച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടുന്ന് വേഗം പോകുന്നു. കുറേ മാനുകളെയും ചെറിയ മാൻകുട്ടികളെയൊക്കെ കണ്ടു. പിന്നെ അണ്ണാൻ അങ്ങനത്തെ വലിയ അണ്ണ ഉണ്ടാവില്ലേ അതിനൊക്കെ കണ്ടു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ വയനാട് എത്താൻ സമയത്ത് ഇവിടെ കേട്ടോ ഒരു കൂട്ടാനകൾ എന്ന് വെച്ചാൽ ഒരു കൂട്ടാനകളുണ്ടായിരുന്നു. ആനകളെ മുന്നിൽ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞു നമ്മളെ പിന്നിലും ഉണ്ടാകാനാണ്. അപ്പം ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടോ. പിന്നിലും കൂടി വന്നാൽ പിന്നെ എന്താ അവസ്ഥ എന്നറിയില്ലേ. അപ്പോൾ ഏതായാലും ഓല വൈക്ക് അങ്ങനെ പോയി കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത് അങ്ങനെ പോലും തള്ളിയും കുട്ടികളും തന്തിയും അങ്ങനെ ഒരു കൂട്ടാനകളെ അവിടെ കണ്ടു കേട്ടോ.
അപ്പോൾ പോയത് മുതലായി. ഇവിടെ കുറേ മാനുകളുണ്ട്, ഇതൊക്കെയാണ് കാണേണ്ടത്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ആനനെയൊക്കെ കണ്ടു. അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വയനാട് എത്തിയിട്ട് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ടേർട്ടായി, പിന്നെ ഒന്നും അങ്ങനെ കാണില്ല. ഇറങ്ങി നടക്കുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഞങ്ങളങ്ങനെ ഇറങ്ങി നടക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം അവിടുന്ന് വീഡിയോ ഞാൻ നിർത്തി. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചുരം ഇറങ്ങുമ്പോഴൊക്കെ നിറച്ച് നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ മണിക്കൂർ കണക്കിന് അവിടെ ഇങ്ങനെ നിന്നിട്ടാണ് ചുരമൊക്കെ അന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മുക്കത്ത് വന്നിട്ടാണ് ചോറുന്നത്. അവിടുന്ന് ഉച്ചക്ക് സാമ്പാറും ചോറുമൊക്കെയാണ് കേട്ടോ, വെറും ചോറൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് തിന്നത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ വൈകുന്നേരമാണ് സമാധാനമായി അവനവൻ്റെ നാട്ടിലൊക്കെ എത്തിയില്ലേ എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ മുക്കത്തുനിന്ന് പിന്നെ അൽഫാമും മന്തിയും ഒക്കെ വാങ്ങി സമാധാനം വൈക്ക് തിന്ന് ബാക്കിയുള്ളതൊക്കെ പാർസലാക്കി കുട്ടികൾക്ക് പെരയിലേക്കും കൊടുന്നു.